രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊറിയാൻ കോൺഗ്രസിലെ കടൽക്കിഴവന്മാർ. കട്ടപ്പുറത്ത് കയറിയെങ്കിലും ഇപ്പോഴും പാർലമെന്ററി മോഹവും മന്ത്രിക്കസരയും ഒക്കെ സ്വപ്നം കണ്ടു കഴിയുന്ന കോൺഗ്രസിലെ അസൂയമൂത്ത കടൽക്കിഴവന്മാർക്ക് മുറുമുറുപ്പ്. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലുകൾക്കും സീൽക്കാരമുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഓഞ്ഞതെങ്കിലും ഉള്ള പണം വിളിച്ച് ആടാൻ നോക്കുകയാണ് ചില ഡൈക്കിളവന്മാർ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും മത്സരിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സടകൊഴിഞ്ഞ പാർട്ടിക്കൊരു ഊർജ്ജസ്വലതയും ഉണർവും ഓജസ്സുമൊക്കെ കൊടുക്കുന്ന ഒരു യുവനേതാവാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയുടെ വാലിൽ തൂങ്ങിയാണ് ചൊറിയൻ കളവന്മാർ മുറുമുറുക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൊണ്ട് കഴിഞ്ഞ ദിവസം BJPയിൽ അംഗത്വം സ്വീകരിച്ച പത്മജ വേണുഗോപാലിന് എതിരെ അധിക്ഷേപ പരാമർശം നടത്തി എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായത്. രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ടെന്നും പത്മജയെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചത് ശരിയായ രീതിയല്ലെന്നും ശൂരനാട് രാജശേഖരൻ പാർട്ടി യോഗത്തിൽ പറഞ്ഞത്രേ. കോൺഗ്രസിന്റെ ആദരണീയനായ ലീഡറെ ഇതിലേക്ക് വലിച്ചിഴച്ചതിനെതിരെയും ശൂരനാട് രാജശേഖരൻ അതൃപ്തി പ്രകടിപ്പിച്ചു പോലും. എന്നാൽ വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണെന്നും തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ഇനിയും വിവാദങ്ങൾ വേണ്ടെന്നുമാണ് യോഗത്തിൽ VD സതീശനും MM ഹസനും നിലപാടെടുത്തത്. രാഹുലിന്റെ പ്രസ്താവനയോട് യോജിപ്പില്ലെന്നും സ്ത്രീകളെ അപമാനിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും ചെന്നിത്തലയും പറഞ്ഞു കളഞ്ഞു. അവസരം വീണ് കിട്ടിയപ്പോൾ ഈ രണ്ടു പാഴുകളും മുതലാക്കിയതാണെന്ന് ആർക്കും മനസ്സിലാവൂ. എന്നാൽ ഈ വിഷയത്തിൽ VD സതീശനും MM ഹസനും വളരെ വിവേകത്തോടെ പക്വതയോടെ പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ഇരുവരുടെയും മറുപടി. എന്നാൽ തെരഞ്ഞെടുപ്പെടുത്തതിനാൽ തൽക്കാലം വിവാദം വേണ്ടെന്ന നിലപാടിലാണ് ഇരുവരും. പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശമാണ് ഇവർ വിവാദമാക്കാൻ നോക്കിയത്. കരുണാകരന്റെ മകൾ എന്ന് പറഞ്ഞ് പത്മജ ഇനി നടക്കരുത്, കരുണാകരന്റെ പൈതൃകം പത്മജ ഇനി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയും, ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ്, പൊളിറ്റിക്കലി തന്തയ്ക്ക് പറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകൾ. പത്മജ പടികടന്നു പോയപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെയും ഇവിടെയും നിന്ന് പൂച്ചം നാണം കെട്ട് നിന്ന് മുറുമുറുത്തപ്പോൾ ചങ്കൂറ്റത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോഴാണ് കോൺഗ്രസിന് നേരെയുള്ള എല്ലാ ആക്രമണങ്ങളുടെയും മുനയൊടിഞ്ഞത്. അതോടെ BJP എന്തുദ്ദേശിച്ചാണോ പത്മജയെ പടിയിറക്കി കൊണ്ടുപോയത്, ഒടുവും അവർക്ക് തന്നെ അത് ബൂമറാങ് ആകുകയും ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ BJPക്ക് ബാധ്യതയുമായി മാറി. ഈ അവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് രാഹുൽ എന്ന ചെറുപ്പക്കാരന്റെ ഈ വാക്കുകളാണ്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതിന് പകരം അള്ളാൻ നോക്കുകയാണ് കോൺഗ്രസിന്റെ ശാപമെന്ന് വിശേഷിപ്പിക്കാവുന്ന രമേശ് ചെന്നിത്തലയും ആർക്കും വേണ്ടാത്ത ഒരു ശൂരനാട് രാജശേഖരനും. ഈ രണ്ട് കിഴവന്മാരും വന്നു നിന്നാൽ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമോ ഇന്ന്? ഈ ശൂരനാടിനെയൊക്കെ ആരെങ്കിലും തിരിച്ചറിയുമോ? തെരഞ്ഞെടുപ്പാകാറായപ്പോൾ സർവേ ഫലങ്ങൾ ഒക്കെ കോൺഗ്രസിന് അനുകൂലമാകുന്നു എന്ന് കണ്ടപ്പോൾ കട്ടപ്പുറത്ത് കയറിയ രമേശും മറ്റ് ആഖറികളും പതുക്കെ കളത്തിൽ ഇറങ്ങി തുള്ളിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ രമേശ് ചെന്നിത്തലയെയും പൈശാചികൻ ആന്റണിയെയും ഒക്കെ കളത്തിലിറക്കിയാൽ ഉള്ള സാധ്യത കൂടി ഇല്ലാതാകുമെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക. കോൺഗ്രസിലെ യുവനേതാക്കൾക്ക്, പ്രത്യേകിച്ച് കുഴൽനാടനെ പോലെയുള്ള, ഷാഫിയെ പോലെയുള്ള നേതാക്കളെ മുൻനിരയിൽ ഇറക്കുക. കിളവന്മാർ ചൊറിയാതെ അവരുടെ പുറകെ പോയാൽ വംശനാശം ഉണ്ടാകാതെ ജീവിച്ചു പോകാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.